ശബരിമല തീർത്ഥാടന കാലത്ത് അപകടങ്ങൾ പതിവാണ്. ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ അലങ്കാരങ്ങൾ ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വാഴ, കുരുത്തോല, കൊടികൾ, ചന്ദനം ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങൾ, ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന പൂമാലകൾ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ അവസ്ഥയാണിത്. നിരത്തുകളുടെ പോരായ്മയും അശ്രദ്ധയും മാത്രമല്ല അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. മതചിഹ്നങ്ങളും ദൈവത്തിൻ്റെ ഫോട്ടോകളുമാണ് തീർത്ഥാടകരെത്തുന്ന വാഹനങ്ങളിൽ. ഇതെല്ലാം ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്നു. അമിത ശബ്ദമുണ്ടാക്കുന്നതും നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അൻസാരി പറഞ്ഞു. ദൈവത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നിയമം അനുസരിക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന വണ്ടികളിൽ അമിതമായ ശബ്ദം ഉണ്ടാക്കി അമിതമായ ആൾക്കാരെ കയറ്റി പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ 10, 12, 14 സീറ്റുള്ള വണ്ടികളിൽ 20, 25 അഡീഷണലായിട്ട് സീറ്റൊക്കെ ഇട്ടിട്ട് വരികയാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഒരു നിയന്ത്രണം വിട്ടു പോയാൽ ആളുടെ എണ്ണമൊക്കെ കൂടുതലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഡ്രൈവർക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോറിക്ഷകളിലും കാറിലും അനുവദനീയമായതിലുമധികം തീർത്ഥാടകർ യാത്ര ചെയ്യുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നു. നിയമം പാലിച്ച് തീർത്ഥാടനം നടത്തണമെന്നും അൻസാരി പറഞ്ഞു. ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാർ ആരും അല്ലാത്തവരും നമുക്ക് അപകടരഹിതമായി വാഹനം ഓടിക്കാനുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ തന്നെ നമുക്കൊരു 90% അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരു ഹാബിറ്റ് അത് നമ്മളിലേക്ക് വന്നു ചേർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധിവരെങ്കിലും നമ്മുടെ റോഡുകളെ അപകടരഹിതമാക്കാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഏവരും പാലിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. തീർത്ഥാടക വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ആശങ്കയും അധികാരികൾക്കുണ്ട്. കാശമറച്ചുള്ള അലങ്കാരങ്ങൾക്ക് നിയന്ത്രണം വേണം. സുഗമമായ തീർത്ഥാടന കാലവും സുരക്ഷിതമായ യാത്രയും ഉറപ്പാക്കണം. ക്യാമറമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.